ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മോൻ്റെ പിറന്നാളും കൂടിയിട്ടാണ്. അവിടെ രണ്ടാളും നല്ല ഉറക്കമാണ്. അതാണ് ഞാൻ പിന്നെ റൂമിൽ ലൈറ്റ് ഇടാത്ത. ഇതിപ്പോൾ ബാത്റൂമിൽ ലൈറ്റാണ് എൻ്റെ മുഖത്തടിക്കുന്നത്. കാരണം ലൈറ്റ് ഇട്ട രണ്ടാളും എണീക്കും, നല്ല ഉറക്കമല്ല, ഉറങ്ങിക്കോട്ടെ. ഇപ്പോൾ ഒരു 6 മണി പോലും ആയിട്ടില്ല. പിന്നെ ഇന്ന് മോൻ്റെ പിറന്നാളായതുകൊണ്ട് അമ്പലത്തിൽ പോകണം. വേറെ ആഘോഷങ്ങളും കേക്ക് മുറികളോ അങ്ങനത്തെ ഒന്നുമില്ല. കാരണം നമുക്കൊരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് ഈ വർഷം നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് കേക്ക് മുറിക്കലൊന്നുമില്ല. ഒന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ അവിടെ അച്ഛൻ പണിക്കാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. അച്ഛൻ്റെ ഒപ്പം വേണം അമ്പലത്തിൽ പോകാൻ. അപ്പം ഞാനും ലല്ലും പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പല്ല് തേച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ലല്ലു ലിയോയും കൂടെ എണീപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവനെയും കൂട്ടിയിട്ട് പോകണം. ഇവനാണ് ലവനെ എണീപ്പിച്ചത്. അപ്പോൾ വീട് നിറച്ച് ലവന്മാരായതുകൊണ്ട് ഒരു പെൺതരിയില്ല. അടുത്തതാ വീട് തണുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും പുറച്ച് കയറി കിടക്കുന്നുണ്ട്. കാരണം നല്ല മഴയല്ലേ ഈ സമയം. പിന്നെ അവനെ വിളിച്ചെണീപ്പിച്ച് ഇവൻ്റെ പുറകെ തന്നെ ഏട്ടൻ്റെ പുറകെ നടക്കുന്നൊരു അനിയനും ഉണ്ട്. അപ്പം ഞാൻ കുളിച്ചിട്ട് വരട്ടെ. അപ്പം ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അമ്മ രണ്ടാളെയും കുളിപ്പിച്ച് അതുകൊണ്ട് ആ പണിയില്ലേ. ഇനിയിപ്പോൾ ഇവർ റെഡിയാക്കിയേ വേണ്ടു. ലിയോ അവിടെ അമ്മേൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ലിയോനെ ഇനി മാറ്റി കൊടുക്കണം. ലിയോട്ടൻ ഇവിടെ അടങ്ങി കിടക്കുന്നുണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം അമ്മ പൊട്ടലിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അത് അച്ഛൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളും പോട്ടെ കേട്ടാ. അച്ഛൻ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓട്ടോയിൽ വരാം, മഴയാണ്. കാരണം ഇപ്പം നല്ല വെളിച്ചെല്ലാം കാണുന്നുണ്ട്, എന്നാലും മഴക്കാറ് പോലെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ മഴയാണെങ്കിൽ നടക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ദൂരം ഉണ്ട്. പക്ഷേ എന്നാലും നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. നടന്നു വരാനുള്ള ദൂരം ഉള്ളൂ എന്നല്ല, നടന്നു പോകാന്നേ ഉള്ളൂ. അപ്പോൾ ലല്ലു മുന്നിലും ലിയോ ബാക്കിലും. അപ്പം നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അച്ഛൻ പണിക്കും പോയി. അച്ഛൻ കയറി പ്രാർത്ഥിച്ചിട്ട് പിന്നെ അത് അച്ഛൻ അങ്ങ് പോയി. പിന്നെ അമ്പലത്തിൽ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ തൊഴുത് ഇവന് വേണ്ടിയിട്ട് കഴിപ്പിക്കേണ്ട പൂജയെല്ലാം കഴിപ്പിച്ചു, പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. പക്ഷെ അതിൽ 3-4 ഫോട്ടോ എടുത്താലും ഒരൊറ്റ ഫോട്ടോ മാത്രമേ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. പിന്നെ അതാ നമ്മൾ ഇറങ്ങിയിട്ടും അവനവിടെ വരുന്നില്ലായിരുന്നു. അവൻ തിരിച്ചങ്ങോട്ട് പിന്നെയും കയറി. പിന്നെ അവിടെ നിന്ന് കയറാൻ നോക്കിയിട്ട് കയറാൻ പറ്റുന്നില്ല. പിന്നെ എന്നെ പിടിച്ച് അമ്മ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് കയറ്റിച്ചു. ആ മുഖത്ത് സന്തോഷം നോക്ക്. പിന്നെ ലിയോയ്ക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നടക്കുമ്പോൾ ഇങ്ങനെ നടന്നോളൂ. പക്ഷെ എടുക്കാൻ നിന്നാൽ അപ്പം താഴെ ഇറങ്ങണം. പിന്നെ ഈ കാണുന്ന വഴികളിലെല്ലാം ഇങ്ങനെ കയറിപ്പോവും. ഓരോ വീടുകൾ കാണുമ്പോൾ അങ്ങോട്ട് കയറുക. എന്തിനാണോ എന്തോ അറിയില്ല. സ്വന്തം വീട് കണക്ക് അറിയുന്ന ആളെ പോലെ കയറി ചെല്ലുക. മറ്റേ ചേച്ചിയെ എന്നുള്ള ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ എന്തോ ഒരു മുൻപരിചയം പോലെയാണ് ഇവൻ കയറി ചെല്ലുന്നത്. നമ്മളൊരു വേഗം എത്താൻ വേണ്ടിയിട്ട് ഒരു ഇടവഴിയുണ്ട്, അതിലേക്കൂടെ വരാൻ പറ്റില്ല. പക്ഷെ അവിടെ ഫുള്ള് മഴയായിട്ട് വെള്ളം നിറഞ്ഞിട്ടുള്ള. പക്ഷെ ലിയോ ഇങ്ങനെ നോക്കുന്നുണ്ട് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഒരു വെളുപ്പമുള്ളൊരു സൂക്കേടാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പം താഴെ ഇറങ്ങും. ആദ്യമൊക്കെ അങ്ങനെ ഇറങ്ങത്തില്ലേനു. ഇപ്പം വെള്ളത്തിലും അങ്ങനെ ഒന്നുമില്ല ഗൈസ്. ഇപ്പം ഫുള്ള് കളിയാ. ഈ വീട് കഴിഞ്ഞൊരു കയറ്റമുണ്ട്. ആ കയറ്റം കഴിഞ്ഞാൽ വീടെത്തി. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ലല്ലു ഒരു ഡയലോഗ് പറഞ്ഞു. മറ്റേ യോധയ്ക്കകത്ത് പറയുന്ന പോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ, കണക്ക് ഈ കാട് മുഴുവൻ കാടാണല്ലോ അമ്മേന്ന്. അപ്പം നമ്മളിത് കുറേ ആയി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് തന്നെ. അപ്പം ഇത്രയും കാടായെന്ന് വിചാരിച്ചില്ല. ഈ വഴി കൂടെയാണ് നമ്മൾ ഇപ്പുറത്ത് കാണുന്ന ഈ സൈഡിൽ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ രാവിലെ പോയത്. ഇത്രയും നല്ല വഴി ഉണ്ടായിട്ടാണ് ഈ കുറുക്ക് വഴി കൂടെ വന്നത്. നമ്മൾ ഇവിടെ എല്ലാം മഴ പെയ്തിട്ട് ഊരുന്ന രീതിയിലല്ല. ഇപ്പം രണ്ടാളും കൈയെല്ലാം പിടിച്ച് പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ മിഠായി കൊടുക്കുക ഇങ്ങോട്ട് താഴോട്ട് വന്നപ്പോഴാണ് ഒരുത്തി ഓടുന്നത്. ഞാൻ തലേന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്, പക്ഷെ ഓർമ്മയില്ലാന്ന് തോന്നി. ഇപ്പൊ ഒരു വാസന്തി ലുക്കിലാണ് ഉള്ളത്. അടുത്ത നമുക്ക് സുന്ദരിയായിട്ട് ഇനി കാണാം ഗൈസ്. ഇപ്പോൾ അവള് റെഡി ആയിട്ടൊന്നുമില്ല, രാവിലെ അല്ലേ. പിന്നെ മിഠായി കൊടുക്കാൻ ലല്ലു അങ്ങോട്ട് മേലത്തെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അതിന്റെ പുറകെ അതാ ഒരുത്തൻ ഓടുന്നുണ്ട്.
പിടിച്ച് ഞാൻ പിന്നെ അവസാനം ഇങ്ങോട്ട് തന്നെ കൂട്ടി. കയ്യിലൊരു മിഠായി ഉണ്ട്. ഇപ്പം ഈ മിഠായി അമ്മേനെ കാണിക്കാൻ പോവാം. അമ്മ അവിടെ അലക്കുന്നുണ്ട് ഇതിനും. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് പിന്നെ കൂട്ടിയത്. കാരണം ഇവന് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ കഴിയൂലേ. പിന്നെ ഇനിയിപ്പം ഡ്രസ്സെല്ലാം മാറ്റി ഇനി അമ്മ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് വരാൻ കഴിച്ചു. അപ്പോൾ ഞാൻ ഇല പറിക്കാൻ താഴോട്ട് വന്നായിരുന്നു. അപ്പോഴാണ് ഇവളിവിടെ റെഡി ആയിട്ട് സുന്ദരിയായിട്ടിരിക്കുന്നു. പണിക്കുവാൻ പോവാ. അപ്പോൾ എനിക്ക് ഇല പറിക്കണം. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ടാറ്റയെല്ലാം പറഞ്ഞു. ഞാൻ ഇലയെല്ലാം പറിച്ച് മേലെ വന്നപ്പോഴാണ് അച്ഛൻ വിളിക്കുന്നത്. അച്ഛനും മോനും കൂടെ ഇവിടെ ഫോൺ ചെയ്യുന്നത്. ഇപ്പൊ ഫോൺ വന്നു കഴിഞ്ഞിട്ട് ലല്ലുവിന് ലിയോയ്ക്ക് അപ്പം ഫോൺ വേണം. ആര് വിളിച്ചാലും ഇപ്പം ഫോൺ അവന് തന്നെ വേണം. അപ്പം ഫോണിന് അടിയായിരുന്നു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പണീൻ്റെ ഇടയിലൊന്ന് ചായ കുടിച്ചിട്ടാവാന്ന് വിചാരിച്ചു. ബാക്കി അപ്പോൾ ചായ കുടിക്കാൻ ചപ്പാത്തി മുട്ടക്കറിയാണ്. ഈ മഞ്ഞ മുട്ട അമ്മേൻ്റെതാട്ടോ. അമ്മ മഞ്ഞ മുട്ട കഴിക്കാറില്ല, ഞാനാണ് കഴിക്കാറ്. ചോറെല്ലാം ആയിട്ടുണ്ട്. നമ്മൾ ആ തട്ടിയിടുന്ന സ്റ്റൈൽ കണ്ടില്ലേ. ലല്ലുവിന് പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ ഇതിന് കറി നമ്മുടെ ചിക്കൻ കറിയാണ്. ചിക്കൻ കറി അവിടെ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ എല്ലാം വൃത്തിയാക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ലല്ലുവിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് നോക്കി ഉപ്പെല്ലാം റെഡിയാണ്. അപ്പൊ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞ് നമ്മളാ പണിക്കുവാൻ പോവാണ്. അപ്പൊ അമ്മേന്റെ കയ്യിൽ പാത്രം എന്താണെന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. അത് വേറെ ഒന്നുമല്ല, താഴത്തെ വീട്ടിൽ ചോറ് കൊടുക്കാൻ കൊണ്ടുപോവാണ്. ചോറും കറിയെല്ലാം എടുത്തിട്ട് ലിയോ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. സാധാരണ ഇതല്ല പതിവ് ഇവിടെ. കരച്ചിലും ബഹളമൊക്കെയാണ്. അപ്പൊ അമ്മ ഇനി വൈകുന്നേരം 6:30ക്കാണ് വരിക. അപ്പൊ അമ്മ 6:30ക്ക് വെച്ച് കാണാം. ബാക്കി നമ്മുടെ മാത്രം 3 പരിപാടികളാണ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഒരു 12:30 ആയപ്പോൾ ലിയോയ്ക്ക് ചോറ് വേണമെന്നിട്ട് കരച്ചിൽ, വിശപ്പ്. അപ്പം ഞാൻ ചോറെടുക്കാൻ പോയി നേരത്തെ ഇവൻ എന്തോ ക്യാമറയിൽ എന്തോ പറയുന്നുണ്ട്. സാധാരണ നമ്മുടെ വീഡിയോയിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ ഗൈസ്, ഇവൻ എന്തോ ആംഗ്യ ഭാഷയിലൊക്കെ പറയുന്നുണ്ട്. എന്തെന്നാന്ന് തന്നെ നമുക്ക് അറിയുന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ കാണുന്നത് ഇവന്റെ ഗോഷ്ഠിത്രങ്ങൾ. ചോറ് കൊടുക്കുന്ന ഇടയിൽ ഞാൻ ഇങ്ങനെ ഓരോരോ കളികളുണ്ടാവും. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കഴിയുമ്പോൾ രക്ഷിക്കാൻ വരുന്നതാണ് ഈ കാണുന്നത്. ഇതൊരു കളിയാ അവന്. ഞാൻ എൻ്റെ ഉള്ളിൽ കൈയിടും, അവനത് എടുത്തു തരും. പിന്നെ അവൻ്റെ കൈ എടുത്തിടും, ഞാൻ എടുത്തു കൊടുക്കും. അവനൊരു രസം അത് രക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ചോറ് കൊടുക്കുന്നിടയിലും ഇവിടെ വേറൊരാളും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ലല്ലു. 12:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ വിശപ്പാ. ചോറ് ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4 നേരം വിശപ്പായിരിക്കും. സമയം കാലമൊന്നുമില്ല, നമ്മളെപ്പോഴും ചോറ് കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരുത്തൻ കളിക്കുന്നുണ്ട്. പക്ഷെ ഈ കസേര ഇങ്ങനെ മറച്ചിട്ടേക്കുന്ന എന്താന്ന് വിചാരിക്കും. ഈ കസേര നേരെ ഇരിക്കാൻ ഒരു യോഗവും ഇല്ല ഗൈസ്. എപ്പം നോക്കിയാലും ഇത് ഇങ്ങനെ ഉണ്ടാവത്തുള്ളൂ. കാരണം ഇവനകത്ത് കയറിയിട്ട് ഡൈനിങ് ടേബിൾ കയറി വാഷ് ബേസിൽ കയറി കൈ കഴുകും. ഇതാണ് ഇവന്റെ പരിപാടി. അതുകൊണ്ട് ഇത് നേരെ ഇടാറില്ല. ഇവൻ പിന്നെ കാത്തൂൻ്റെ ആളാ ഗൈസ്. പക്ഷെ കാത്തൂല് ഇവന് ഏറ്റവും ഇഷ്ടം ആരെന്ന് ചോദിച്ചാൽ അപ്പൂനെയാണ്. പൂച്ചക്കുട്ടീനെയല്ല, അപ്പൂനെയാണ്. ഇതൊരു വ്യത്യസ്തമാണ് ഞാൻ ഇവനിൽ കണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാ കുട്ടികളും പൂച്ചക്കുട്ടീനെയാണ് താല്പര്യം. പക്ഷെ ഇവൻ എന്താണെന്ന് അറിയത്തില്ല, എപ്പം നോക്കിയാലും അപ്പു വെച്ച് കൊടുക്കണം. അപ്പൂൻ്റെ സീൻ വരുമ്പോൾ അപ്പു എവിടെന്നെങ്കിലും ഒരു റൂമിൽ നിന്ന് ഓടി വരും. അപ്പൊ അതെല്ലാം കുറച്ചെല്ലാം കഴിഞ്ഞ് ഒരു 1 മണിയാകുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഉറങ്ങിപ്പോയി ഗൈസ്. പാവം ഉറങ്ങിപ്പോയി. ഇനി ഒരു 4 മണി വരെ അവൻ്റെ റെസ്റ്റാണ്, നമുക്ക് ഫ്രീ ടൈമും. ഇനിയിപ്പോൾ ഫോണ് നോക്കുക, റീൽസ് എടുക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെ എൻ്റെ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ലല്ലു അവിടെ സിനിമയും അതും ഇതെല്ലാം കാണുന്നുണ്ടാവും, ചിലപ്പോൾ കളിക്കുന്നുണ്ടാവും. ചെറിയൊരു വെയിൽ കാണുന്നത് കൊണ്ട് കുറച്ച് തുണിയെടുത്ത് ആറിയിടാന്ന് വിചാരിച്ചു. പക്ഷെ ഈ വെയിലിനെ നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. കാരണം എപ്പാ പെയ്യാന്നറിയില്ല. ഇനി നിങ്ങളൊരു ഡയലോഗ് കേട്ടിട്ടില്ലേ, സൂര്യ ഇടപെടടാ ഇടപെടടാ. സൂര്യൻ ഇടപെടൂല. ഒന്ന് വെയിലത്തെല്ലാം ആറിയിട്ട് കഴിഞ്ഞാൽ അപ്പം എല്ലാം ആറിയിട്ട് കഴിയുമ്പോൾ ഒരു പൈപ്പ് തുറന്നു കൊടുക്കുന്ന കണക്ക് എവിടുന്നാ ഈ മഴ വരുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ ചെറുങ്ങനെയല്ല വരുമ്പോൾ ഒരു ശക്തിക്കും വരും, നിൽക്കുമ്പോൾ അത് വേഗം നിൽക്കുകയും ചെയ്യും. അപ്പം ഇതൊന്നും ഉണങ്ങുമെന്നാണ് പ്രതീക്ഷയിലെല്ലാം വാരി ഇടുന്നുണ്ട്. ഈ നിലത്തിടുന്ന തുണി നല്ല തുണിയല്ല കേട്ടോ. അതും മൂത്രം ഒഴിക്കുമ്പോൾ തുടക്കുന്ന തുണിയാണ്. അതാണ് നിലത്തിട്ടത്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ നല്ല തുണി എടുത്ത് നിലത്തിടുന്നതെന്ന്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ഫോൺ ചെയ്ത് കുറച്ച് നേരം സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ഏട്ടന് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് കട്ടാക്കി. അപ്പം ഏട്ടനവിടെ പണിയെടുക്കട്ടെ. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എഡിറ്റ് ചെയ്ത്. കുറേ 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ അടുത്തൊരു കുരിശടി ഉണ്ട്, അവിടെ പോകാൻ വിചാരിച്ചു. പക്ഷെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അടുത്ത ഒരു കയറ്റം കയറേണ്ട ദൂരെ ഉള്ളായിരുന്നു. പക്ഷെ ഒരു കുടയിലാണ് നമ്മൾ 4 ആളും വന്നത്. പിന്നെ അവിടെ മെഴുകുതിരയെല്ലാം കത്തിച്ച്, ഞാനും കത്തിച്ച്, കിങ്ങണിയും കത്തിച്ച്, മക്കളെയും കത്തിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്ന നേരത്തെ നല്ല മഴ പെയ്ത് ഗൈസ്. പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു അംഗനവാടിയിലോട്ട് ഓടിക്കേറി, ഫുള്ള് മഴ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ അടുത്ത ചിത്രമെല്ലാം കണ്ട് ലിയോ കളിക്കുന്നുണ്ട്. പക്ഷെ നല്ല മഴയെന്ന് വെച്ചാൽ അമ്മാതിരത്തെ മഴയായിരുന്നു. പിന്നെ അവിടെ കയറി ആ മഴയെല്ലാം കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് അവിടെ നിന്ന്. അവിടെ വേറെ പിള്ളേർ നിൽപ്പുണ്ടായിരുന്നു.
ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ലിയോനെ കാണാൻ നല്ല രസമല്ലേ. ആ സീനറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫുള്ളും നനഞ്ഞു പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുപ്പായെല്ലാം നനഞ്ഞ്. പിന്നെ അവസാനം അതിൻ്റെ ഉള്ളിൽ ഈ ലിയോ ആണെങ്കിൽ ഇങ്ങനെ പുറത്തിറങ്ങാൻ കാരണം ഈ മഴ പെയ്യുമ്പോൾ അവന് അപ്പം മഴയിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ മഴ നല്ല പെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ 4 ആളും കൂടെ ഒരു കുടയിലാക്കി കയറി വീട്ടിലെത്തി. അപ്പോഴത്തേക്കും ഇവിടെ ബോൾ കളി തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു കടി വെച്ച് തന്നു, നല്ലൊരു കടി. കണ്ടില്ലേ, തൊട്ടാ മതി ഇപ്പൊ അപ്പൊ കടിക്കും. നമ്മളെ ചിരി നോക്കി കടിച്ചിട്ടുള്ളത് നമ്മളെ പിടിച്ചിട്ട് പിന്നെ ഒരു 6:30 വിളക്ക് കത്തിച്ച ഒന്നെങ്കിൽ ലിയോ ഒന്നെങ്കിൽ വന്ന് കല്ലുവാരി ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കൊണ്ട് ഒഴിക്കും, കിണ്ടി മറിക്കും. ഇതൊക്കെ തന്നെ പരിപാടി ഇവന്റെ. പിന്നെ തൊട്ട് നോക്കും. ഞാൻ പറഞ്ഞ ആടെ ഇരിക്കാൻ പറഞ്ഞപ്പോ എൻ്റെ കൂടെ ആടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവൻ എണീറ്റ് പോയി. കണ്ടില്ലേ, എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടല്ലേ, എന്തെല്ലാം പറയുന്നുണ്ട്. കുറച്ചേരം ഇരുന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മ വന്നു. TV കാണുന്നതാണ് ഈ നോക്കിയിരിക്കുന്നത്. അമ്മ വന്നപ്പോഴത്തേക്കുള്ള ചിരി നോക്ക്. അത് കഴിഞ്ഞിട്ട് അമ്മേനോട് വിളക്ക് വെച്ച് കൈ പൊള്ളി, വിളക്കിൽ തൊട്ടപ്പോൾ കൈ പൊള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെയും കൊണ്ടുവന്ന് കാണിക്കും ഇപ്പം. അപ്പൊ ഈ ചിരിയും കളിയും താഴത്തുള്ള വീട്ടിലെ ചേച്ചിയായിട്ടാണ്. അപ്പൊ അന്നേരത്ത് ഞാൻ പോയി ചായ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഒരുത്തം വാങ്ങിയിട്ട് പോകാൻ നോക്കണേ. നിങ്ങള് അവിടെ പോയി ഇരുന്ന് കുടിക്കും. പാവന്റെ മോൻ ചിലപ്പോൾ കുടിച്ചിട്ട് മതിയായിട്ടുണ്ടെങ്കിൽ നിലത്തെല്ലാം ഒഴിച്ച് അവിടെ അങ്ങ് കുളം പോലെ ആക്കും. കുടിക്കും നോക്കുക കേട്ടാ. ഇനിയിപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ചായ ആക്കിയിട്ടുണ്ട്. ചായ ഒഴിച്ച് ഇനി നമ്മൾ കുടിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോ ടീ ടൈമാണ്. അതിൻ്റെ ഇടക്കാട്ടനെ തോട്ടുന്നുണ്ട്. അമ്മ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അമ്മ സീരിയൽ കാണാണ്. പിന്നെ ഇവന്മാര് ബോളും വെച്ചിട്ട് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലിയോന്റെ ഓരോരോ കോഷ്ടത്തരങ്ങളും ഉണ്ട്. ലല്ലുവിന് കുറെ അടിയും കിട്ടി. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ ചോറെല്ലാം കഴിച്ചിട്ട് ഇനി കുറച്ച് നേരം എന്താ ബെഡിൽ ഇങ്ങനെ കിടന്ന് കാര്യം പറയുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലിയോന്റെ അഭ്യാസ പ്രകടനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, താഴെ കിടക്കുന്ന അമ്മേനെ ചവിട്ടുക, വട്ടം കറങ്ങി വീഴുക, ഇതൊക്കെ തന്നെ ഇവിടെ പരിപാടി. അത് കഴിഞ്ഞതാ ഒരു 10 മണി 9:30 ആയെന്ന് തോന്നുന്നു. ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ലിയോ. ലാൽസലാം പോലെ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയാൻ പോവാ. ഇനിയിപ്പൊ അച്ഛമ്മനെ തപ്പി പോവാ അടുക്കളയിൽ. ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. അമ്മമ്മ എന്നാ വിളിക്കുക. അച്ഛമ്മയാണെങ്കിൽ അമ്മമ്മയാണ് അവന്, കാരണം അതേ വരൂ വായില്. അപ്പൊ ഉമ്മയെല്ലാം കൊടുത്ത് ഇത് സ്ഥിരം പതിവാട്ടോ. എല്ലാരും ഗുഡ് നൈറ്റ് പറയാ, ഉമ്മ കൊടുക്കുക. അത് നമ്മുടെ വീട്ടില് സ്ഥിരമുള്ള കാര്യമാണ്. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല, സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ്. കണ്ടിലേട്ടന് കൊടുക്കുന്നത് നോക്കിയട്ടെ. ഉമ്മ 2 സ്നേഹപ്രാണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര. പക്ഷെ മൂത്താട് അടിക്കൊന്നും ചെയ്യില്ല, ഇവനാണ് വില്ലൻ. ഇനി നേരെ റൂമിലേക്ക്. ഇവിടെ അതിന്റെ ഇടയ്ക്ക് ഇവിടെ അച്ഛനാണ് ഇവന് എത്ര ഉമ്മ കൊടുത്താലും ഇവന് മതിയാവൂല. അങ്ങോട്ട് പോകുമ്പോ ഒന്ന് കൊടുത്തിട്ടാ വന്നേ. ഇനിയിപ്പൊ പിന്നെയും കൊടുക്കും. പിന്നെ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചിറങ്ങി വരും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി നേരെ നമ്മൾ റൂമിലേക്ക് പോവാ ഗൈസ്. കലാപരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ കടന്നുറങ്ങൽ പരിപാടിയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ബർത്ത്ഡേ ഒന്നും നമ്മൾ ആഘോഷിച്ചില്ല. ഇനി നമ്മൾ അടുത്ത വർഷം നല്ലപോലെ ആഘോഷിക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കുറച്ചും കൂടെ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവന്മാരെ ഒന്ന് ഉറക്കട്ടെ. അപ്പൊ ബൈ ഗൈസ്. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.